ഇതാ മമ്മ ഞാൻ പറയാറുള്ള മമ്മയുടെ മരുമോള്. നീ പറഞ്ഞ പോലെ തന്നെ നല്ല സുന്ദരിയാ മോള്. മോള് വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചു ആന്റി. ഞാനും മോളെ അമ്മയെ പോലെ തന്നെയാണ്. മോളെ എന്താണോ മോളെ അമ്മയെ വിളിക്കുന്നത് അത് തന്നെ എന്നെ വിളിച്ചാൽ മതി. ശരി മമ്മ. വാ മോളെ വന്നേ, ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇതാ വരുന്നു മമ്മ. ഹായ് ഗായ്സ്, ഞാൻ അളിയൻ വന്നല്ലോ. അപ്പം കാര്യങ്ങളൊക്കെ ചടപടി ആരംഭിക്കാം. ഹെൽപ്പ് ചെയ്യപ്പോൾ ഒരാളുണ്ടല്ലോ. பாடுற அச்சுவுக்கு வெக்கமா? அல்ல நீ இங்க என்ன பண்ற? அந்த பக்கம் வாழைப்பழம் பார்த்துக்கிட்டு இருக்க. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം. എവന് നമ്മളെ കമ്പനിയിലോട്ട് ജോലിക്ക് എടുത്തു. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഉണ്ടല്ലേ. ഡാഡാ ചിലക്കാണ്ടിരുന്ന് ഏൽപ്പിച്ച് പണി ചെയ്യാൻ നോക്കിയേ. ഇതിന് മാത്രം എന്താ അതിനകത്ത് ജീവിക്കാനുള്ളത്? വായി നോക്കി വന്നോളും. ഓ എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. என்னடா உங்க பிரச்சனை? நான் வேலையை தானே பார்த்துக்கிட்டு இருக்கேன். நீங்கள் தான் ஒரு வேலை வெட்டி இல்லாமல் அவனையே பார்த்துட்டு இருக்கேன். ഓക്കെ, ജോലിയെല്ലാം ഓൾമോസ്റ്റ് തീരാറായി. ഇനി ഗസ്റ്റിൻ്റെ ലിസ്റ്റ് എഴുതണം, ബാക്കി പണികൾ നോക്കണം. അച്ചു എന്താ എങ്ങനെ ഇരിക്കുന്നത്? ഇനി സുഖമല്ലേ? അച്ചു നിനക്കെന്താ വയ്യേ? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? ജോണി ചെറിയൊരു തലവേദന. കുഴപ്പമില്ല. ആണോ? നിനക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ നീ പോയി കിടന്നു. ഏയ് കുഴപ്പമില്ലടാ, കുറച്ച് കഴിയുമ്പോൾ മറക്കണം. എന്നാ ഓക്കെ. എന്നൊരു കാര്യം ചെയ്യാം, അച്ചു അവരോട് ഇരുന്ന് ഗസ്റ്റിൻ്റെ ലിസ്റ്റ് എഴുതുക. നമ്മളെല്ലാവരും ചേർന്ന് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ വാങ്ങടാ വേലയെ പാപ്പം. അച്ചു നിനക്ക് വയ്യെങ്കിൽ നീ കിടന്നു. டேய் மறமண்டே உங்ககிட்ட தானே வேலை பார்க்க சொன்னேன். நீ இப்போ இங்க என்ன பண்ற? അതിനല്ലേ സഹായിക്കാൻ ഒരുത്തൻ വന്നത്. അവനെ വിളിച്ചോണ്ട് പോ. டேய் இந்த இவன் நம்மோட பொறுப்பு, அவனோட இல்லை. அவனெல்லாம் முடிஞ்ச வேலையை பார்க்குறான். நீ என்னடா அண்ணா? அதுவும் அந்த அச்சுக்கு வாயா, அதனால தான் அவன் மேலே சாஞ்சு படுத்துக்கிறான். இதுக்கு என்னடா இப்போ? அவங்க ஃப்ரெண்ட்ஸு தானே. ഓ ഗോഡ്, ഫ്രണ്ട്സ്. അവൻ ഇതിൻ്റെ പേരിൽ ചാൻസ് മുതലെടുക്കാൻ ജോലിയിൽ സഹായിക്കാനൊന്നുമല്ലെന്ന് അച്ഛനെ ട്യൂൺ ചെയ്യാനാവുന്നത്. ஆமாம், அதுக்கு அவனுக்கு பிரச்சனை இல்லைல்ல, பின்ன உனக்கு என்னடா பிரச்சனை? அதுவும் இல்லை, அவன் அங்கே தனியல்ல, அவ கூட அவ அண்ணா இருக்கா, அவ அண்ணா கட்டிக்க போகிற பொண்ணு இருக்கா. பின்ன உனக்கு என்னடா பிரச்சனை? வா வந்து வேலையை பாரு. ഓ വരുന്നു തൊള്ള തുറക്കാതെ പോ. അച്ചു എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? വേറെ ഒന്നും ആവശ്യമായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഏട്ടത്തി, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. കുഞ്ഞൻ റെഡി ആയെന്നൊന്ന് പോയി നോക്കിയേ. ടൈം ആകാറായി. ഞാൻ അന്നമ്മ എടുത്ത് പോവാം. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க
I have a surprise for you. Look there, dear. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നിന്റെ വെഡിങ്ങിന് ക്ഷണിക്കായിരുന്നു എങ്ങനെ? താങ്ക് യു. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாளே தகுமா? അച്ചു, നീ ഇതുവരെ റെഡി ആയില്ലേ? സമയായി. നീ ഇതാണ് ഇടുന്നത് അല്ല? ഇട്ടത്തി ഞാൻ റെഡി ആവാൻ പോവാ. അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കാൻ പോയതാ. മതി അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കിയത്. പോയി റെഡി ആയിട്ട് വന്നേ. ഓ ദാ പോയി. എന്റെ പൊന്നേ, അറേഞ്ച്മെന്റ്സ് ഒക്കെ പൊളിയാണല്ലോ. അല്ല, ഇതിന്റെ സൂത്രധാര എവിടെ? കണ്ടില്ല ഇവിടെ ഒന്നും. അവിടെ ഇവിടെ ഓടി നടന്ന് ഇപ്പോഴാണ് അവൾ റെഡി ആവാൻ പോയേക്കുന്നത്. നീ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അച്ചു, സ്മൈൽ പ്ലീസ്. വാവ്, ബ്യൂട്ടിഫുൾ. നിന്റെ ഇന്നത്തെ പോസ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. வெட்கங்கள் பேசுதே. வெட்கங்கள் பேசுதே. ഗായ്സ്, ഇങ്ങോട്ടൊന്ന് നോക്കൂ. സ്മൈൽ പ്ലീസ്. നിന്റെ അച്ഛൻ കൊള്ളാലോടെ. അറേഞ്ച്മെന്റ്സ് എല്ലാം നല്ല കിടിലോ കിടിലോ. ഓ, നീ പറഞ്ഞിട്ട് വേണം എനിക്കതറിയാൻ.
അവൾ ഇതെവിടെ പോയി കിടക്കുവാണെന്തോ. എന്താണ് മോനെ, പ്രിയതമേനെ കാണാത്തോണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആണോ? എല്ലാ ഫംഗ്ഷനും കോസ്റ്റ്യൂം മാറി മാറി വന്ന് എന്റെ ജീവൻ എടുക്കുവാടാ. എന്നാ അവളെ കൈ കിട്ടത്തൂല്ല. ആ അവസ്ഥയിൽ നിന്റെ കണ്ണിപ്പെട്ടാ പിന്നെ അതിന്റെ അവസ്ഥ എന്താണെന്ന് അതിനറിയായിരിക്കും. അതുകൊണ്ടായിരിക്കും വരാത്തത്. മോനെ, ഒന്നുകൂടെ ജീവൻ പോവാൻ തയ്യാറായിക്കോ. ഇതോ അങ്ങോട്ട് നോക്കൂ. ഞാൻ പോയി റോസമ്മേനെ തപ്പിട്ട് വരാം. യു ക്യാരി ഓൺ. ഹലോ മാഷി, എന്താണ് ഒരു മൈൻഡില്ലല്ലോ? നമ്മൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്. മൈൻഡ് ഇങ്ങോട്ടും ആവാം. ഓ അങ്ങനെ. അല്ല, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? അയ്യങ്കാരിയൊക്കെ തന്നതാ. അത്ര പോരാ, കുഴപ്പമില്ല. എന്താ കൊള്ളില്ലേ? പക്ഷേ എല്ലാരും കൊള്ളാന്ന് പറഞ്ഞാണല്ലോ. കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താ? ആണോ? കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ. അച്ചു, നീ ഇവിടെ എന്ത് ചെയ്യുവാ? അലക്സേ, ഞാൻ അജുവിൻ്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്താ? നിന്നെ അവിടെ എല്ലാരും തിരക്കുക. നീ എന്നോട് വന്നേ. ഇതാ വരുന്നു. അജു, ഞാൻ പോവാണേ, പിന്നെ സംസാരിക്കാം. ഓ സമ്മതിക്കൂല. ഇവനിത് വല്ല ശല്യാണല്ലോ. മോളെ, നീ എല്ലായിടത്തും എന്താ പറയണ്ടെന്ന് പറഞ്ഞത്? പറയേ. അത് മമ്മ. എന്താ മോളെ, വല്ല പ്രശ്നമുണ്ടോ? ഏയ് പ്രോബ്ലം ഒന്നുമില്ലപ്പാ. അത് വി ആർ എക്സ്പെക്ടിങ്. ഗുഡ് ന്യൂസ് ആണല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു മെമ്പർ കൂടി വരാൻ പോകണമെന്ന് അർത്ഥം. എനിവേ, കൺഗ്രാറ്റ്സ് ഡിയേഴ്സ്. ഇത് നമുക്ക് ആഘോഷിക്കണം. എവിടെയാണ് ബ്രദർ? വെൽ ഡൺ മൈ ബ്രോ, വെൽ ഡൺ. ഒന്ന് പോടാ. കൺഗ്രാറ്റ്സ് ഏട്ടത്തി എൻ്റെ ഏട്ടാ. മോളെ, എന്നെ ഇവിടെ ചിരിച്ചോണ്ട് നിൽക്കാതെ അങ്ങോട്ട് പോയാൽ നിങ്ങൾ രണ്ടും എന്തോ ഗസ്റ്റൊക്കെ ഒന്ന് നിങ്ങൾ തിരക്കുക. അങ്ങോട്ട് ചെല്ലിച്ചല്ലോ. ഓ ശരി മാഡം, നമ്മളിതാ ചെല്ലുക. എല്ലാവരും വാ, നമുക്ക് ഈ സന്തോഷ വാർത്തകൾ അടിച്ചു പൊളിക്കണം. ലെറ്റ്സ് സെലിബ്രേറ്റ്. കം ഓൺ ഗൈസ്. अब देखे बिन तुझे ना गुजारा हो मेरा, मेरी आंखों की दुआ है चेहरा तेरा, अब देखे बिन तुझे ना गुजारा हो मेरा, मैं सांस भी लूं तुझे चाहे बिना, अब होगा ना ये हमसे कि थोड़ा थोड़ा प्यार हो तुमसे, कि थोड़ा इकरार हो तुमसे, कि थोड़ा थोड़ा प्यार हो तुमसे, कि थोड़ा थोड़ा प्यार हो तुमसे, कि ज्यादा भी होगा तुम्हीं से, कि थोड़ा थोड़ा प्यार हो तुमसे, कि थोड़ा थोड़ा प्यार हो तुमसे. My dear wifey, this is for you. ഈ ചായൻ ഇതെന്താ കാണിക്കാൻ പോണേ? I get this feeling in my chest that makes it hard to breathe when we interlock our fingers and our hearts like cosmic tapestries. Our love that never reaches borders, breaching order just to find you. We interlock our purposes like songs the angels sung before us. We said like the asakura vasam visam gata teda aram kudida megam kurida.
സഹൃദയരായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ താക്കോൽ. से आंखें ना निकाल, अपनी बंदी को संभाल, जो नाचे तेरे साथ पर देखे मुझे। ये लड़की पागल है, पागल है, पागल है, पागल है। ये लड़की पागल है, पागल है, पागल है, पागल है, पर देखे मुझे। ये लड़की क्या नाच दिल्ली हिले है लंदन, मटक मटक जैसे रवीना टंडन, नाग लगाने आई है वंदन, गोली चल गई धार। जिसके बारे में चेतावनी देती होगी तुझे तेरी माँ, DAB शाह नाम बदल दिया मेरा, बड़ी जोर न करवा दी तेरी ना। बाद में न कहना कुछ भी, पहले ही दे दूं वार्निंग, पार्टी चलेगी till 6 in the morning, जी भर के नाच ले बेबी, नाच नाच के तोड़ दे सैंडल, आंटी पुलिस बुला लेगी, अरे अभी तो पार्टी शुरू हुई है। അവൻ കിടന്ന് ആർമാദിക്കാണല്ലോടാ. करते तो नशे चरस के, तेरे नखरे न किसी के बस के, ले बेबी नीट पकड़, बीट पकड़, जोर लगा थोड़ा कस के, किसी से भी पूछ लौड़ा तू मच है, बोली में थोड़ा हरियाणा भी टच है, जितने भी रूमर सुने तूने अपनी सहेलियों से, मेरे बारे में वो सारे सच है। शुभ हुए बादशाह सड़कों पे चले जब लड़कों के दिलों में तू आग लगा दे बेबी फायर, नकली से न करे तू करे जब देखे हमें झूठी लायर, काला काला चश्मा जचता तेरे मुखड़े पे जैसे काला कोले जचता है तेरे चिन पे, अपनी अदाओं से ज्यादा नहीं तो 10-12 लड़के तो मार ही देती होगी तू दिन में। എനിക്കെന്തോ അവനത് നമ്മളെ നോക്കി കാണിച്ചത് പോലെ തോന്നുന്നു. पागल है, पागल है, पागल है, पागल है, पागल है। रखना स्वैग, सूट पटियाला शाही चन्नी तेरी ब्लैक, और बंदे होके तारे पे, तेनू तक तक के, कच्चे तो हक तू लके पे रख के, oh baby baby you don't care, हवा में तेरे उड़ते hair। അജു, നീ എന്തായി കാണിക്കുന്നത്? എന്നെ വിട്ടേക്ക് പോണം, ആരെങ്കിലും കാണും. വീട് അങ്ങനെ വിടാനിപ്പോ ഉദ്ദേശമില്ലെങ്കിലോ? അജു, വീട് ആരെങ്കിലും കാണും. ഞാനാണെങ്കിൽ പപ്പീൻ്റെ അടുത്ത് ഇന്ന് വരെ ഒരു കാര്യം മറച്ചു വെച്ചിട്ടില്ല. നമ്മുടെ ഈ കാര്യമാണെങ്കിൽ ഞാൻ പപ്പീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. പപ്പേനെ ഇപ്പം കണ്ടുകൊണ്ടൊന്ന് വലിയ പ്രശ്നം. വീട് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പപ്പീൻ്റെ അടുത്ത് പറയണ്ടെന്ന്, നീയല്ലേ മറച്ചു വെച്ചത്. ഇപ്പൊ അങ്ങനെ വിടാൻ പറ്റില്ല. ഇന്ന് എനിക്ക് നിന്നെ കാണാൻ പോലും കിട്ടില്ല. വിടണമെങ്കിൽ ഒരു കിസ് തന്നാ വിടാം. അയ്യടാ, അതൊന്നും നടക്കില്ല. എല്ലാവരും എന്നെ അവിടെ തിരക്കുമായിരിക്കും. വിട്ടേ അജു, എനിക്ക് പോകണം. നിനക്ക് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എടുത്തോളാം. അജു വേണ്ട കേട്ടോ. ബട്ട് എനിക്ക് വേണം. അയ്യോ പപ്പ. എവിടെ? പോടാ ഇടിയിട്ട്. പറ്റിച്ചതാണ് ലേഡി കുറുമ്പി, നിന്നെ ഞാൻ എടുത്തോളാം. ഹായ് അച്ചു. ഓ ഹായ് ഭോഗം. എന്റെ പൊന്നോ, ഇങ്ങനെ നോക്കാതെടാ, അവൻ ദഹിച്ചു പോവും. അവൻ
അവൻ എൻ്റെ കൈക്ക് മിക്കവാറും പണി ഉണ്ടാക്കും. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് നോക്കാം നിന്റെ ലൈഫിൽ അവൻ പാരയാവോ അതോ വില്ലനാവോന്ന്. എത്ര കണ്ടേക്കുന്നു. കൂൾ ഡൗൺ മോനെ. എന്താ ചിരി. ഭഗവാനെ, ഈ പാവത്തിന് അജുവിൻ്റെ കയ്യിൽ നിന്ന് കാത്തോണേ. അജു നോക്കി ഒന്ന് ചുമ്മാ ആയിരുന്നു വെച്ചു. എന്താ ഗസ്റ്റിനൊന്നും ഇപ്പൊ സ്വീകരിക്കണ്ടേ? എന്താ മൊഞ്ചലസായോ? ശരാ ഒന്ന് നോക്ക്. നിനക്ക് നല്ല അടിയുടെ കുറവാ. അജു Ladies and gentlemen, thank you for your blessings. എൻ്റെ 3 മക്കളിൽ 2 മക്കളെയും ഞാൻ അവരുടെ ജീവിത പങ്കാളികളിൽ കൈപിടിച്ച് ഏൽപ്പിച്ചു. സോ ഐ എം ഹാപ്പി ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി. ഇനി ഒരാളും കൂടി ഉണ്ട്. അവളെയും കൂടി നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കൈപിടിച്ച് ഏൽപ്പിച്ച ഐ വിൽ ബി കംപ്ലീറ്റ്ലി ഹാപ്പി. സോ ഈ ഒരു നല്ല നിമിഷത്തിൽ ഞാൻ അവളുടെ എൻഗേജ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു. എനിക്കറിയാം നിങ്ങളെല്ലാം സർപ്രൈസായി കാണുമെന്ന്, ഇൻക്ലൂഡിങ് മൈ ഡോട്ടർ ടു, ബട്ട് ഐ നോ ഷീ വിൽ ബി വെരി ഹാപ്പി. മോനെ അജു, അത് നിനക്കുള്ള പാരയാണല്ലോടാ. ആരെന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഷീസ് മൈൻ. നീ ഒന്ന് സമാധാനപ്പെട്, എടുത്തടി ഒന്നും ചെയ്യരുത്, നമുക്ക് നോക്കാം.